ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയർപ്പുകാലം നമുക്ക് നൽകുന്ന സന്ദേശം അത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, ഉപാധികളില്ലാതെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നതാണ് ഡിവൈൻ മേഴ്സി അല്ലെങ്കിൽ ദൈവകരുണ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിലുമുള്ള ആവശ്യകതകളിലേക്ക് അലിവാർന്ന സ്നേഹവും ഹൃദയവുമായി ദൈവം ഇറങ്ങി വരുന്നു. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തിൽ നിന്ന് ദൈവത്തെ വിളിച്ച് കരഞ്ഞപേക്ഷിച്ചപ്പോൾ മനുഷ്യൻ എത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം ആ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് മോശയെ ഒരു വിമോചകനായി തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ പക്കലേക്ക് അയക്കുന്നതാണ് ഈ ഞായറാഴ്ചത്തെ ഒന്നാമത്തെ വായന. മനുഷ്യനോടുള്ള അതിയായ സ്നേഹമാണ് അവൻ്റെ പതർച്ചയിൽ താങ്ങായി അവൻ്റെ കൂടെ നിൽക്കുവാൻ, അവൻ്റെ രക്ഷയ്ക്കായി ഒരു വിമോചകനെ തിരഞ്ഞെടുക്കുവാനായി ദൈവം ആഗ്രഹിച്ചതും അവനെ തിരഞ്ഞെടുത്തു. കത്തിയേറിയുന്ന മുൾപ്പടപ്പുകളിലേക്ക് വരുന്ന മോശയെ ദൈവം പ്രത്യേകമായി പറയുന്നുണ്ട്, നീ ഒരു വിശുദ്ധിയുള്ള സ്ഥലത്തേക്കാണ് വരുന്നത്. നിന്റെ കാലിലെ ചെരുപ്പഴിച്ചു മാറ്റി വിശുദ്ധിയിലേക്ക് നീ പ്രവേശിക്കും. ദൈവസന്നിധിയിലേക്ക് നീ അടുത്ത് ചെല്ലുമ്പോൾ നിന്നെ അശുദ്ധമാക്കുന്ന, മലിനമാക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളഞ്ഞ് തമ്പുരാൻ്റെ അടുത്തേക്ക് എത്തുവാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ഏതൊരു ആവശ്യകതയിലും ദൈവത്തെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ സ്വരം ശ്രവിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, അലിവ് തോന്നുന്ന, നമുക്ക് വേണ്ടി ഒരു വിമോചകനെ, രക്ഷകനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഈ ആഴ്ചത്തെ വായന നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് നമ്മൾ സുവിശേഷത്തിലേക്ക് എത്തുമ്പോൾ കരുണയുടെ മൂർത്തിഭാവമായ ഈശോ തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് സഭയുടെ അധികാരം ഒന്നാമത്തെ മാർപ്പാപ്പിയായി പത്രോസിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അവന് കൈമാറുന്ന അതിമനോഹരമായ ഒരു രംഗമാണ് യോഹന്നാൻ ശ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ വിവരിക്കുന്നത്. 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈശോയെ ഏറെ സ്നേഹിച്ച് അവന് വേണ്ടി വാൾ പോലും എടുത്ത് പൊരുതുവാൻ തയ്യാറായിരുന്ന പത്രോസ്, പക്ഷേ ഈശോയുടെ പീഡാനുഭവ വേളയിൽ 3 വട്ടം അവനെ തള്ളിപ്പറഞ്ഞ് അവനിൽ നിന്ന് മാറി. ഉദ്ധിതനായ ക്രിസ്തു പ്രത്യക്ഷപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പത്രോസിന് അവൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഒരു ജാള്യത ഉണ്ടാകും. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് അവൻ്റെ ആ വലിയ കുറ്റത്തെ 3 പ്രാവശ്യം പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നു, ശിമിയോന്റെ പുത്രനായ പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് 3 പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ആ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതിനെ തിരുത്തി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പത്രോസിന് പാപമോചനം നൽകി. അല്ലെങ്കിൽ അവനെ തന്നോട് കുറച്ചും കൂടി ചേർത്ത് നിർത്തി ഈശോ പത്രോസിനെ സ്വന്തമാക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പത്രോസ് 3 പ്രാവശ്യം ഏറ്റു പറഞ്ഞപ്പോൾ എൻ്റെ അജഗണങ്ങളെ മേയ്ക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം അവന് നൽകിക്കൊണ്ട് ഈശോ അവനെ സഭയുടെ ഒന്നാമത്തെ മാർപ്പാപ്പിയായി വാഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, തനിക്ക് ശേഷം ഈ ജനത്തിന് മുഴുവനും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സദ്വാർത്ത നൽകുവാനായി തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഈശോ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് നേതാവായി പത്രോസിനെ തിരഞ്ഞെടുക്കും. പക്ഷേ ഒരൊറ്റ ഉപാധി മാത്രം പത്രോസിനുണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ജനങ്ങളെ ശുശ്രൂഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കേണ്ട ഗുണമെന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു നല്ല മനസ്സ്.
ആ മനസ്സ് പത്രോസിനുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ ശുശ്രൂഷിക്കുവാനുള്ള അധികാരം അവന് ഈശോ നൽകുന്നു. ശുശ്രൂഷയുടെ മേഖലയിലായിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ ഒരു ക്വാളിറ്റി ഉള്ളവരായി വളർന്നു വരേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് ഈശോ പറഞ്ഞു പഠിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുക, ഒപ്പം സഹോദരങ്ങളെ സ്നേഹിക്കുക. സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമായ ഈശോയ്ക്ക് മറ്റൊന്നും ആവശ്യമില്ല. സ്നേഹിക്കുക, വിശ്വസ്തയോടുകൂടി പെരുമാറുക. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന ചെറുതും വലുതുമായ പല പല ഉത്തരവാദിത്തങ്ങൾ അനുദിനം നടത്തുന്നവർ. ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട്, സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, സന്തോഷത്തോടെ, സമാധാനത്തോടെ, വിശ്വസ്തയോടെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതാണ് പൗലോസ് ശ്ലീഹാ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം ഓരോരുത്തർക്കും ഓരോ വരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ആ വരത്തിനനുസരിച്ച് ഏറ്റവും ഉത്തരവാദിത്തപൂർവം പെരുമാറി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ഉത്ഥാന കാലഘട്ടത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈശോ എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്താണെന്ന് തിരിച്ചറിയുവാനും ആ ഉത്തരവാദിത്തത്തിലൂടെ നമ്മൾ എപ്രകാരമാണ് പ്രതികരിക്കുന്നത്, അതിനോട് നമ്മൾ എത്രമാത്രം നീതി പുലർത്തുന്നുണ്ടെന്ന് ആത്മാർത്ഥമായി നമുക്ക് ചിന്തിക്കാം. ഒപ്പം ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട്, സഹോദരങ്ങളെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നമുക്ക് ആത്മപരിശോധന നടത്താം. ഈശോ പത്രോസിനെ തള്ളിക്കളയാതെ അവനെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് കൂടുതൽ അവസരം നൽകി അവനെ ചേർത്ത് നിർത്തിയതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സ്നേഹിക്കുവാനായിട്ട്, അവർക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുവാനായിട്ട്, അവർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. തള്ളിപ്പറഞ്ഞവനെ ചേർത്ത് നിർത്തി ഈ ലോകത്തിലേക്ക് വെച്ച് നൽകാമെന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഈശോ നമുക്കൊരു മാതൃകയാകട്ടെ. ആരെയും തള്ളിക്കളയാതെ എല്ലാവരെയും സ്വീകരിക്കുവാനായിട്ട്, സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പടവെട്ടുവാനും പകരം ചോദിക്കുവാനുമല്ല നമ്മൾ തയ്യാറാകേണ്ടത്, മറിച്ച് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ചേർത്ത് നിർത്തുവാനും കൈപിടിച്ചുയർത്തുവാനുമാണ് ഓരോ ക്രിസ്ത്യാനിയും പരിശ്രമിക്കുന്നത്. ദൈവം അതിന് നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.